ഓണം എക്സാമിന് ആൻസർ പേപ്പർ കിട്ടിയപ്പോൾ മാർക്ക് കുറഞ്ഞു പോയി ടെൻഷൻ അടിച്ചിരുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓണം എക്സാമിന് കുറഞ്ഞ മാർക്കൊക്കെ നിങ്ങൾ മേക്കപ്പ് ചെയ്യാനായിട്ട് 3 മാസം കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമും 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമും കാത്തിരിക്കുന്നുണ്ട്. ആ എക്സാമിൽ നിങ്ങൾക്ക് അടിപൊളിയായി പഠിച്ച് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ സാധിക്കും. രണ്ടാമതായിട്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്, പുതിയ കണ്ടന്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പല ക്ലാസ്സിലും ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ലെവലും മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കറക്റ്റ് ഒരു അവബോധം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാതെ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം കൂടി നിങ്ങൾക്കുണ്ട്. മൂന്നാമതായിട്ട് നിങ്ങളിൽ പലരും ഓണം എക്സാമിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിനെ ഏറ്റവും പ്രധാനമായിട്ടും സീരിയസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ട് തന്നെ കാണുക. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ആ ഗോള് ക്രിസ്മസ് എക്സാമിന് ഞാൻ ഫുൾ A+ നേടും എന്നുള്ള ഒരു ഗോളാവണം. ആ ഗോളിന് വേണ്ടിയിട്ട് കൃത്യമായ മൈൻഡ് സെറ്റോടു കൂടി വർക്ക് ചെയ്യാനും നിങ്ങൾ തയ്യാറാവണം. ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഓണം എക്സാമിന് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും കുറഞ്ഞു പോയ മാർക്ക് ഉറപ്പായിട്ടും ക്രിസ്മസ് എക്സാമിന് കൂട്ടാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഒരു അടിപൊളി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെക്സ്റ്റ് ബുക്കിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പം നിങ്ങളെ പുച്ഛിച്ചവരുടെ മുമ്പിൽ, ഇപ്പം നിങ്ങളെ കളിയാക്കിയവരുടെ മുമ്പിൽ, ഇപ്പം നിങ്ങളെ പരിഹസിച്ചവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിക്കാനുള്ള ഒരു അവസരമാണ് 3 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ക്രിസ്മസ് എക്സാം. ആ ക്രിസ്മസ് എക്സാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ പോയിന്റ് ആണ്, ഒരു സുവർണ്ണ നാഴികക്കല്ലാണ്. അത് നിങ്ങൾക്ക് നേടിയെടുത്ത് ആ ക്രിസ്മസ് എക്സാമിന് മികച്ച രീതിയിൽ പഠിച്ചുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കുക. കളിയാക്കിയുടെ മുമ്പിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിക്കാനുള്ള അവസരം നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തരുത്.